ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിലെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസു അദ്ദിമാഉ ത്വബീയ്യത്തു, സ്വാഭാവിക രക്തങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പാഠത്തിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഹൈല്, നിഫാസ്, ഇസ്തിഹാലത്ത്, രോഗരക്തമാണ് ഇസ്തിഹാലത്ത്. ഇനി നമുക്ക് ഈ പാഠം നോക്കാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിനു വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ കരഞ്ഞു. എന്തു പറ്റി ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. ത്വവാഫ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. സാജിദ വായന തുടർന്നു. അവൾ പുസ്തകത്തിൻ്റെ പേജ് മറിച്ചു. സാജിദ എന്ന കുട്ടി പുസ്തകം വായിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും റസൂലിൻ്റെയും ഒരു ചരിത്ര പുസ്തകം വായിക്കുകയാണ്. ആ പുസ്തകത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവും. ത്വവാഫ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. ത്വവാഫ് ചെയ്യാൻ പാടില്ല, ബാക്കി ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. ഫാത്തിമ ബിന്തു അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഇസ്തിഹാലത്തുണ്ട്, ഞാൻ നിസ്കാരം ഒഴിവാക്കണമോ? ഫാത്തിമ ബിന്തു അബി ഹുബൈഷ് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇസ്തിഹാലത്തുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാലത്ത് രോഗമാണ്, അത് ഹൈലല്ല. ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാലത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. രോഗരക്തമാണ് ഇസ്തിഹാലത്ത്, അതുണ്ടായാൽ നിസ്കരിക്കണം. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈല്, നിഫാസ്. രോഗരക്തമാണ് ഇസ്തിഹാലത്ത്. ഹൈലും നിഫാസും ഇസ്തിഹാലത്തുമാണ് 3 രക്തങ്ങൾ. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ. ഹൈലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഹൈൽ രക്തത്തിൻ്റെ കൂടിയ പരിധി 15 ദിവസമാണ്. 2 ഹൈലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാകാം. ഇനി നമുക്ക് ഹൈൽ എന്താണെന്നാണ് പറയുന്നത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തമാണ് ഹൈല്. കുറഞ്ഞ പ്രായം 9 വയസ്സിന് ശേഷമാണ് ഹൈലുണ്ടാവുക. ചുരുങ്ങിയത് 24 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം എങ്കിലും ദൈർഘ്യമുള്ള രക്തം ഉണ്ടായാലാണ് ഹൈലായി പരിഗണിക്കുകയുള്ളൂ. 1 ദിവസത്തിൽ കൂടുതൽ രക്തം ഉണ്ടായാലാണ് ഹൈലായിരിക്കുള്ളൂ. 6-7 ദിവസം സാധാരണയായി, കൂടിയത് 15 ദിവസം. ഒരു ഹൈല് കഴിഞ്ഞ് 2ാമത്തെ ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധികാലം 15 ദിവസമാണ്. കൂടിയ ശുദ്ധികാലം എത്രയുമാകും. കൂടിയത് ഒരു ഹൈല് കഴിഞ്ഞ് എത്രയും കാലം കഴിഞ്ഞും 2ാമത് ഹൈലുണ്ടാവാം. പക്ഷേ കുറഞ്ഞത് 15 ദിവസമാണ്. പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച സ്ത്രീക്ക് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. അത് 1 നിമിഷമാണ് കുറഞ്ഞത്. സാധാരണയായി അത് 40 ദിവസവും കൂടിയത് 60 ദിവസവുമാണ്. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്നാൽ രോഗരക്തമാണ്. ഹൈലും നിഫാസും അല്ലാത്ത രക്തമാണ് ഇസ്തിഹാലത്ത്. ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ഹൈലും നിഫാസും സമയത്ത് നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നിസ്കാരം
കള്ളാ വീട്ടേണ്ടതില്ല. മാത്രവുമല്ല അത് ഹറാമുമാണ്. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. നജസ് ഇസ്തിഹാലത്തിൻ്റെ നജസ്, ആ രോഗരക്തം ഉണ്ടായാൽ നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. ഉമ്മ വിളിച്ചു. സാജിദ. അവൾ വായന നിർത്തി ഉടനെ ഉമ്മയുടെ അടുത്തെത്തി. ഇതാ അക്ബലത്തിൽ ഹൈലത്തു ഫദൈ സ്വലാത്ത്. ഹൈലുണ്ടായാൽ നീ നിസ്കാരം ഉപേക്ഷിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ ന്യൂരിഫു അൽ ഹൈലു. ഹൈൽ എന്താണെന്ന് നിർവചിക്കുക. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. അതവിടെ ഉത്തരമായിട്ട് എഴുതാം. 2 നിഫാസ്. നിഫാസ് എന്നുള്ളതിൻ്റെ ഉത്തരം പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 3 അൽ ഇസ്തിഹാലത്തു. അതിൻ്റെ ആൻസർ ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നംലൗൽ ജദ്വല. അതിൽ ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കണം ഹൈല്, നിഫാസ്, അത്തുഹുറു ബൈനൽ ഹൈലൈനി. അതിൻ്റെ അപ്പുറത്ത് തന്നിട്ടുണ്ട് കലീലു, കസീറു, അൽ ആലിബു. അതിൻ്റെ അർത്ഥം കുറഞ്ഞത്, കലീലു കുറഞ്ഞത്, കസീറു കൂടിയത്, അൽ ആലിബു സാധാരണ. ഇനി ഹൈലിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ നേർക്ക് എഴുതാം. അൽ ഹൈലു. ഹൈലിൽ നിന്ന് കുറഞ്ഞത്. കലീലു എന്നുള്ളതിൻ്റെ താഴെ ഒരു ദിവസം, 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം. അൽ ഹൈലു എന്നുള്ളതിൻ്റെ നേർക്ക് കസീറു എന്നുള്ളതിൻ്റെ താഴെ 15 ദിവസം, കൂടിയത് 15 ദിവസം. അൽ ആലിബു എന്നുള്ളതിൻ്റെ താഴെ ഇത് 6-7 ദിവസം, സാധാരണ 6-7 ദിവസം. നിഫാസു അതിൽ ഒരു നിമിഷം. അൽ കസീറു കൂടിയത് 60 ദിവസം. അൽ ആലിബു 40 ദിവസം, സാധാരണ 40 ദിവസം. അത്തുഹ്റു ബൈനൽ ഹൈലൈനി എന്നുള്ളതിൻ്റെ നേർക്ക് എഴുതുക. കുറഞ്ഞത് 2 ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധിക്കാലം. 2 ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധിക്കാലത്തിൽ കുറഞ്ഞത് 15 ദിവസം, കൂടിയത് എത്രയുമാകാം. അൽ കസീറു എന്നുള്ളത് അതിൻ്റെ താഴെ എഴുതുക എത്രയുമാകാം. മൂന്നാമത്തെ നുജിബ്. ഉത്തരം എഴുതുക. 1 ഇസ്തിഹാലത്തുകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്തിഹാലത്ത് രോഗരക്തമാണ്. നിർബന്ധം. അതിൻ്റെ ആൻസർ നിർബന്ധം. 2 ഹൈൽ, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്? അതിൻ്റെ ആൻസർ ഗർഭാശയത്തിൽ നിന്ന്. മൂന്നാമത്തത് ഹൈലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? അതിൻ്റെ ഉത്തരം 9 വയസ്സ്. 4 ഹൈലുകാരി നിസ്കാരം കള്ളാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? ഹറാമാണ്. ഉത്തരം ഹറാമാണ്. 5 ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്തിനായിരുന്നു? അതിൻ്റെ ഉത്തരം ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ്. അതിൻ്റെ ഉത്തരം ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ ബീവി കരഞ്ഞത്. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചത് എങ്ങനെ? അതിൻ്റെ ഉത്തരം ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തൊവാഫ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. 7ാമത്തെ ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ പറഞ്ഞ സാജിദ എങ്ങനെയുള്ള കുട്ടിയാണ്? അതിൻ്റെ ഉത്തരം സാജിദ ഇസ്ലാമിക പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടിയാണ്. അടുത്തത് നക്തുബ്, എഴുതുക. അതുപോലെ തന്നിരിക്കുന്ന അതേപോലെ വാക്കുകൾ ഇങ്ങോട്ട് എഴുതുക. ഹൈലുൻ, നിഫാസുൻ, ഇസ്തിഹാലത്ത് പ്രസവം, ഗർഭാശയം സ്ത്രീ. അദ്ദിമാവു തൊബീയത്തു, കള്ളാവുൻ, നജസുൻ, ഹറാമുൻ, ആയിഷത്തു, ഹജ്ജുൻ. രക്തം, പ്രായം 15, സാജിദ കരഞ്ഞു, വീട്ടുക. ആ വാക്കുകൾ അതുപോലെ നോക്കി എഴുതുക. അടുത്തത് നക്റവു. തൊബിയത്തുൻ പ്രകൃതി, ദിമാഉൻ രക്തങ്ങൾ, ഹൈലുൻ ആർത്തവരക്തം, നിഫാസുൻ പ്രസവരക്തം, ഇസ്തിഹാലത്തുൻ രോഗരക്തം. അടുത്തത് തഹ്സീസ്, അസൈൻമെൻ്റ് ആണ്.
ഒന്നാമത്തെ ദിമാവ് തൊബീയത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. രക്തങ്ങളെ കുറിച്ചിട്ടുള്ള സ്ത്രീകളുടെ സ്വാഭാവിക രക്തങ്ങളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാഠഭാഗത്തിലുണ്ട്, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതിൻ്റെ ആൻസർ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈല്, നിഫാസ്, ഇസ്തിഹാലത്ത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. ഹൈല് ഉണ്ടാവാൻ കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലിൽ നിന്ന് കുറഞ്ഞത് 1 ദിവസവും സാധാരണ 6-7 ദിവസവും കൂടിയത് 15 ദിവസവുമാണ്. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. കുറഞ്ഞത് 1 നിമിഷവും സാധാരണ 40 ദിവസവും അധികരിച്ചത് 60 ദിവസവുമാണ്. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും